നിന്റേതല്ലാത്ത കാരണങ്ങളാൽ നിന്റെ കണ്ണ് ഇന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ മനസ്സ് നീറിയിട്ടുണ്ടെങ്കിൽ, കാലം തൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് നിശ്ചയമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സറിയാത്ത വേദനകളിലൂടെ നിന്നെ ആരെങ്കിലും കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും നീ വേദനിച്ചതിൽ ഇരട്ടിയായി അവർക്ക് വേദനിക്കേണ്ടി വരും. നീ നൊന്തതിൽ അധികമായി അവർക്ക് നോവേണ്ടി വരും. എന്തുകൊണ്ടെന്നല്ലേ, കർമ്മ എന്നൊന്നുണ്ട്. കാലത്തിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ച കണ്ണാടിയാണ് കർമ്മ. നാം ചെയ്യുന്നതെല്ലാം അതിൽ തട്ടി പ്രതിഫലിക്കും. കർമ്മ എന്നത് ഒരു ബൂമറാങ് പോലെയാണ്. ആരാണോ എറിയുന്നത് അവനിലേക്കു തന്നെ അത് ദിശ തെറ്റാതെ മടങ്ങിയെത്തും. ഏറിൻ്റെ കാഠിന്യം കൂടുതലെങ്കിൽ തിരികെ വരുന്ന ദൈർഘ്യവും അല്പം കൂടും എന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അത് തിരികെ വരാതെ പോവുകയില്ല. കാലത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്ന പ്രതികാരത്തിന് നമ്മൾ തുനിയാതിരുന്നാൽ മതി. കാരണം കാലത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആ പ്രതികാര നടപടിക്ക് തീവ്രത വളരെ കുറവായിരിക്കും. നീ ചെയ്തതിനും നിന്നോട് ചെയ്തതിനും കണക്ക് പറയാതെ കാലമൊരിക്കലും ആരെയും ഇവിടെ നിന്നും മടക്കി അയക്കില്ല.